എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ 2025 മോഡൽ ആക്ടിവ 125 ഒബിഡി 2B മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളും മാറ്റങ്ങളും ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ 125ൽ നിന്ന് കുറച്ച് ഏറെ വ്യത്യാസങ്ങളോടുകൂടി, അതുപോലെ കുറേ ഓപ്ഷനും കുറേ മാറ്റങ്ങളോടുകൂടിയാണ് ഇന്നത്തെ ഈ ഹോണ്ട ആക്ടിവ 125 കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. ഫ്രണ്ട് ലുക്ക് നോക്കാൻ നമുക്കൊരു ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്ന LED ഹെഡ്ലൈറ്റ് ആണ്. അതുപോലെ നമുക്ക് ആ കവറിങ്ങിൽ ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരു ഡിസൈൻ തന്നെ ചേഞ്ച് അവിടെ വരുത്തിയിട്ടുണ്ട്. കാരണം പഴയ നമുക്ക് ഇവിടെ ഒരു ഷീൽഡൊക്കെ കൊടുത്ത് ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു വരുന്ന രീതിയിലായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ അത് മനോഹരമായ ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു കവറും കാര്യങ്ങളാക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മനോഹരമായ ഒരു ഡിസൈനിൽ തന്നെ അവർ ചെയ്തെടുത്തിട്ടുമുണ്ട്. സെൻട്രലായിട്ട് നമുക്കൊരു വൈ ഷേപ്പിലൊരു ക്രോമിൻ്റെ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് ഹാലജൻ ഇൻഡിക്കേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു DRLും കൊടുത്തിട്ടുണ്ട്. മഡ് ഗാർഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മെറ്റൽ ടൈപ്പിലുള്ള ഒരു മഡ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ടിലായിട്ടൊരു ബ്ലാക്ക് കളറിൽ ഒരു ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ നമുക്ക് ഷോക്ക് നോക്കുകയാണെങ്കിൽ ഷോക്കിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഷോക്ക് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമുക്കൊരു സിൽവർ കളറിലായിരുന്നു. ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നത് 90-90-12ഉം, അതുപോലെ ബാക്ക് ടയർ സൈസ് വരുന്നത് 90-90-10ഉമാണ്. അതിൻ്റെ അകത്തും ചേഞ്ചസ് ഒന്നും വന്നില്ല. പഴയ സെയിം വലുപ്പത്തിലുള്ള ടയറും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. കാര്യമില്ല, കാരണം ടെയിലൈറ്റ് ഒക്കെ ആ സെയിം പഴയ 125 ആക്ടിവ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ പഴയ ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഗ്രാബ് റെയിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ഗ്രേ ഫിനിഷിങ്ങിൽ ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബോഡി നോക്കാമെങ്കിൽ ബോഡിയുടെ ഒരു ആക്ടിവ 125 എന്ന ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പഴയതിൽ നിന്നൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി വന്നിരിക്കുന്നത് നമുക്ക് ഫൈബർ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ മെറ്റൽ ബോഡി ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഇത് ഫൈബർ ബോഡി കൊടുത്തിട്ട് ഒരു പ്രീമിയം ലുക്ക് കൂട്ടാനൊക്കെ കൊണ്ട് നമുക്ക് സീറ്റൊക്കെ ഒരു ബ്രൗൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ കവറ്, സീറ്റിൻ്റെ താഴെയുള്ള കവറുകളും കാര്യങ്ങളും എല്ലാം ഒരു ബ്രൗൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ സ്റ്റെപ്പ് ഫ്ലോറ്, അതുപോലെ ഇന്നർ കവർ, അതെല്ലാം നമുക്കൊരു പ്രീമിയം ലുക്ക് തോന്നുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതുപോലെ മീറ്ററിൻ്റെ കവറെല്ലാം കൊടുത്തിരിക്കുന്നത് ആ സെയിം ബ്രൗൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നീട് ഏറ്റവും ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ മീറ്ററാണ്. മീറ്റർ കൺസോള് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മീറ്ററാണ്. അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഓണാക്കി കാണിക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യമായിട്ട് പാസ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ചും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോണിൻ്റെ സ്വിച്ച്. ഇപ്പുറത്ത് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ആൻഡ് ഐഡിയൽ. അതുപോലെ നമുക്ക് ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഒരു കുപ്പിയൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള പോക്കറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിലായിട്ട് നമുക്കൊരു USB-C പോർട്ട് ചാർജിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. കീസെറ്റൊക്കെ നോക്കാമെങ്കിൽ പഴയ വരുന്ന നോർമൽ കീസെറ്റ് തന്നെയാണ് വരുന്നത്. സ്റ്റോറേജിൻ്റെ ഒരു ലഗേജ് ഹുക്കും കൊടുത്തിട്ടുണ്ട്. അത് സീറ്റിൻ്റെ അടിയിലും ഒരു ലഗേജ് ഹുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് ഒരു TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മീറ്റർ കൺട്രോൾ ചെയ്യാനെ കൊണ്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഞെക്കാമെങ്കിൽ നമുക്ക് ഫ്യൂവലിൻ്റെ ഇത് വരും. അതുപോലെ താഴോട്ട് മാറാമെങ്കിൽ കിലോമീറ്റർ, അതുപോലെ സെറ്റിങ്സ്, ഇത്രയും ഓപ്ഷൻ ഉണ്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂവലിൻ്റെ അത് നോക്കാമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ റേഞ്ച്, അതുപോലെ മേലോട്ട് പോകാമെങ്കിൽ ഫ്യൂവൽ, അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. റേഞ്ചും ഫ്യൂവലും 2 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ കിലോമീറ്ററിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ട്രിപ്പ് Aയും Bയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് സെറ്റിങ്സ് എടുക്കാമെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നത് ഫങ്ഷന്, ഡിസ്പ്ലേ, ജനറൽ, സർവീസ്, ഇത്രയും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫങ്ഷൻ എടുക്കാമെങ്കിൽ ട്രിപ്പ് A, ഓട്ടോ റീസെറ്റ്, അതുപോലെ ഇക്കോ ഇൻഡിക്കേറ്റർ, നമുക്കത് സെലക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ടൈപ്പ്, അതിൻ്റെ അകത്ത് ബാറ്, സിമ്പിൾ, 2 ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ബ്രൈറ്റ്നെസ് നമുക്ക് ഓട്ടോ ചെയ്യാം, അതുപോലെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും.
അതുപോലെ തീം ലൈറ്റ്, ഡാർക്ക്, ഓട്ടോ, അതുപോലെ ഫേവറേറ്റ് ഇൻഫർമേഷൻ. ഈ കാണുന്ന ഓപ്ഷൻ എല്ലാം നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേക്കകത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ഇടാവുന്നതാണ്. അതിൻ്റെ ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയ സ്മാർട്ട് വെർഷനിൽ പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും എല്ലാം വരുന്നുണ്ട്. നമുക്ക് സീറ്റ് അണ്ടർ സ്റ്റോറേജ് ഒക്കെ പഴയ ഒരു നോർമൽ രീതിയിലുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഹെൽമെറ്റ് വെക്കാവുന്ന സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂൾ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് എല്ലാം വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ നമുക്ക് ഫില്ല് ചെയ്യാവുന്ന സീറ്റ് തുറക്കാതെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാവുന്ന ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത് E20 സപ്പോർട്ടായ. നമുക്കിതിൻ്റെ സ്പെക്കും കാര്യങ്ങളും നോക്കണം. ലെങ്ത് വരുന്നത് 1850 mm, അതുപോലെ വിത്ത് വരുന്നത് 707 mm, ഹൈറ്റ് വരുന്നത് 1160 mm, വീൽ ബേസ് വരുന്നത് 1260 mm, അതുപോലെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 162 mm, ഇതിൻ്റെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 107 kg, അതുപോലെ സീറ്റ് ലെങ്ത് വരുന്നത് 712 mm, സീറ്റ് ഹൈറ്റ് വരുന്നത് 165 mm ആണ്. ഫ്രണ്ട് നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അത് ബ്ലാക്ക് കളറിലുള്ള ഒരു തീമിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലെ സസ്പെൻഷൻ വരുന്നത് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. 23.92 cc-യിൽ 6.20 kW അറ്റ് 6500 RPM-ൽ ആണ് ഇതിൻ്റെ പവറും കാര്യങ്ങളും വരുന്നത്. അതുപോലെ 10.5 Nm അറ്റ് 5000 RPM-ലാണ് ഇതിൻ്റെ ടോർക്ക് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു 5 കളറിലാണ് നമുക്ക് വണ്ടി ഇപ്പം ലഭ്യമായിട്ടുള്ളത്. ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,30,000 ആണ്. അത് ഫുൾ ഫിറ്റിങ്ങോട് കൂടിയാണ് എമൗണ്ട് വരുന്നത്. നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കുമ്പം ഉള്ള ഫീലിങ്ങും കാര്യങ്ങളും ഞാൻ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് പഴയ വണ്ടിയേക്കാളും ഏകദേശം 1 കിലോ വെയിറ്റ് ഇതിന് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടാണ് കിട്ടുന്നത്. നമുക്ക് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഓടിക്കാൻ കൺട്രോളും കാര്യങ്ങളും ഒക്കെ. ഹാൻഡിലാണെങ്കിൽ നല്ല പെർഫെക്റ്റ് കൺട്രോളാണ് നമുക്ക് കിട്ടുന്നത്. വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. അതുപോലെ നമുക്ക് സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ കട്ടറുള്ള റോഡിൽ കൂടെ പോയാലും വലിയ ചാട്ടമോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. 125 cc കാറ്റഗറിയിൽ എന്തുകൊണ്ടും മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് വണ്ടി കാഴ്ചവെക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല കയറ്റങ്ങളൊക്കെ അനായാസം തന്നെ കയറി പോകുന്നുണ്ട്. രണ്ടുപേരെയും വെച്ചുകൊണ്ട് തന്നെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുമായിട്ടുള്ള എന്ത് എൻക്വയറി കിട്ടുകയാണെങ്കിൽ നമുക്ക് മുത്തൂർ ഹോണ്ട കോന്നിയുമായിട്ട് ബന്ധപ്പെടുക. കോന്നി ഷോറൂമിൽ നിന്നാണ് നമുക്കിന്ന് വണ്ടി തന്നിരിക്കുന്നത്. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുക. അവരെ ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, വിലയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡോ കാര്യങ്ങളോ വേണമെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വണ്ടി തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള തുടർന്നുള്ള വീഡിയോസിനും വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോയുമായി. ബൈ.